മക്കളെ, ജെറൂസലം വചനകൂടാരത്തിൽ പങ്കുചേരുന്ന സഹോദര സഹോദരി, പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി, നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അനുഗ്രഹം വാരിക്കോരി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോയുടെ മുമ്പിൽ, ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളായിരിക്കുന്നത്. ഈശോയ്ക്ക് നമ്മോട് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ? ഈശോ നമ്മോട് പറയുന്ന വചനം കേൾക്കണ്ടേ? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ദേ ഒരു മെസ്സേജാണ് പറയുന്നത്. വന്നു പോകുന്നവരുണ്ട്, വസിക്കുന്നവരുണ്ട്. ആരാണ് വന്നു പോകുന്നവർ? പള്ളിയിൽ വരുന്നു, ജപമാലയിൽ പങ്കെടുക്കുന്നു, ദൈവവചനം വായിക്കുന്നു. അവരത് കഴിഞ്ഞാൽ വന്നു പോകുന്നവരാണ്. വസിക്കുക എന്ന് പറഞ്ഞാലോ, വന്നു പോയി കഴിഞ്ഞാൽ ഒരു കുർബാനയെ സംബന്ധിച്ചു ആ കുർബാനയുടെ ഓർമ്മ അവൻ്റെ ഹൃദയത്തിലുണ്ടാകും. ദൈവവചനം ശ്രവിക്കണം, അതിൻ്റെ ഓർമ്മ ഇങ്ങനെ തേട്ടി വരാമെന്ന് പറയില്ലേ? ചില മൃഗങ്ങൾ അയവിറക്കുന്നത് കാണുന്നില്ലേ? ആദ്യം ഭക്ഷിക്കും, അത് പിന്നീട് അയവിറക്കി അത് ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് 365 ദിവസത്തിൽ ഓരോ മണിക്കൂറുകളും, മണിക്കൂറിലെ ഓരോ മിനിറ്റുകളും, മിനിറ്റിലെ ഓരോ സെക്കൻഡുകളും യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയോട് അഭേദ്യമായ ബന്ധമുണ്ടാകണം, ഒരു കണക്ഷൻ ഉണ്ടാകണം. ആരോടെ കണക്ഷൻ? നമ്മൾ ദൈവത്തോട് കണക്ഷൻ ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം. ഇതിനകത്ത് അനേകം പേർ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവരില്ലേ? ദൈവത്തിൻ്റെ കണക്ഷൻ നോക്കിയേ. രണ്ടാമത്തെ കാര്യമാണ് ദൈവവചനം കേൾക്കുക. 2 കാര്യമാണ് ദൈവത്തെ വസിക്കാനായിട്ട് പറയുന്നത്. 1, അനുദിനം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക. 2, ദൈവവചനം വായിക്കുക, പഠിക്കുക, പരിശീലിക്കുക, ധ്യാനിക്കുക, ഷെയർ ചെയ്യുക. അതല്ലേ നമ്മൾ ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും. മക്കളെ, കർത്താവ് ഇങ്ങനെ പറയാൻ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ നിനക്ക് സാധിക്കുമോ? ഈ ഒരു വർഷം മുഴുവനും ദൈവവചനം ഈ പ്രയറിൽ സംബന്ധിക്കാൻ സാധിക്കുമോ? എങ്കിൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.